ഹലോ ഹായ് സുഹൃത്തുക്കളെ, നമുക്ക് അല്പം മത്തി തോരൻ വെക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: തക്കാളി, കാന്താരി, സവള ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി, കരിയാപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് കണ്ടോ, തേങ്ങ തിരുമ്മി വെച്ചതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു. അതിന് ശേഷം അല്പം സവള ഇട്ടു, കാന്താരി ഇട്ടു. കാന്താരി പച്ചതും പഴുത്തതും ഇട്ടാണ്. കാന്താരി അങ്ങനെ തന്നെ ഇടുകയാണ് നല്ലത്. അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ എരിവ് കൂടും. അതുപോലെ ഇഞ്ചി അല്പം വലുതായിട്ട് കട്ട് ചെയ്തിടണം. ഇഞ്ചി കടിച്ചാൽ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് മല്ലിപ്പൊടി ഇട്ടു. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം അല്പം ഉലുവാപ്പൊടി ഉണ്ടായിരുന്ന ആവശ്യമുണ്ട് ഇടുക. മുളക് ഇടേണ്ട ആവശ്യമില്ല, അതായത് ചുമന്ന മുളക് ഇടേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ച് നല്ലതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപ്പും ഇതെല്ലാം പിടിക്കാൻ വേണ്ടി തേങ്ങയും ഇളക്കി യോജിക്കുക. അതിന് ശേഷം നമ്മൾ അതിൻ്റെ പുറത്തോട്ട് തക്കാളി ഇടുക. തക്കാളി ആദ്യമേയിട്ട് ഇളക്കാൻ പാടില്ല. ഇളക്കിക്കഴിഞ്ഞാൽ തക്കാളി പൊട്ടിപ്പോകും. തക്കാളി പകുതി മുക്കാലും വേവായിട്ട് കിടക്കണം, എങ്കിൽ മാത്രമേ തക്കാളിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കറിക്ക്. അതുപോലെ തന്നെ ഇപ്പോൾ കഴുകി വെച്ചിരുന്ന മീനാണിത്. മത്തി മുഴുവനെ തന്നെയാണ് ഇടുന്നത്. മുറിക്കാതിടുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇടാവുന്നതാണ്. അതുപോലെ കണ്ടോ, ഇതെല്ലാം കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഏകദേശം ഒരു 5-10 മിനിറ്റ് നമ്മളിത് വെക്കുക. തപ്പി ഇങ്ങനെ വെക്കുക. അടച്ച് വെച്ചതിന് ശേഷം അതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് അടുപ്പിലോട്ട് വെക്കാവുള്ളൂ. കണ്ടോ, ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് അടുപ്പിലോട്ട് വെച്ചു, തീ കത്തിച്ച്. കണ്ടോ, ഇത് ഇളക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിളക്കണം. വെള്ളം അധികം ഒഴിക്കണമെന്നൊന്നുമില്ല. ഇതിനകത്ത് തന്നെ വെള്ളം കാണും. വെള്ളമില്ലെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ ഇളക്കിയെടുക്കുക. ഇത് കണ്ടോ, അതിമനോഹരമായ ഭയങ്കര ടേസ്റ്റുള്ളൊരു മത്തിയുടെ തോരനാണ് ഇത്. ഇതുപോലെ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.